ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മോട്ടോർ വാഹന നിർമ്മാണ രംഗം ആരംഭിച്ചതിനെക്കുറിച്ചൊരു ചെറിയ വിവരണം പറയാം. ഇറ്റലിക്കാരനായ ലിയോണാർഡോ ഡാവിഞ്ചി ആദ്യമായി വാഹന നിർമ്മാണത്തെക്കുറിച്ചൊരു ആശയം കൊണ്ടുവന്നെങ്കിലും അദ്ദേഹത്തിന് അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. 1860 ഇംഗ്ലണ്ടുകാരനായ സർ ഐസക് ന്യൂട്ടൺ നീരാവി കൊണ്ട് വാഹനം ഓടിക്കാൻ പറ്റും എന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിനും അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. 1769 നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു എൻജിൻ മോട്ടോർ വാഹനം 3 വീലിൻ്റെ മോട്ടോർ വാഹനം നിരത്തിലിറക്കി. അത് ഫ്രാൻസുകാരനായ നിക്കോളാസ് നോട്ടാണ്. 100 അടി മാത്രമേ ആ വാഹനം സഞ്ചരിക്കുകയുള്ളായിരുന്നു. 100 അടി കഴിയുമ്പോൾ അത് രണ്ടാമത് നീരാവി ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് രണ്ടാമത് ഓടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അതും വിജയിച്ചില്ല. 1860 പാരീസുകാരനായ ഇറ്റിം ലിനോയാർഡ് ഗ്യാസ് എൻജിൻ നിർമ്മിച്ചു. അതിനുശേഷം 1886 ജർമ്മൻ നിക്കോളാസ് ഓട്ടോ ശാസ്ത്രജ്ഞൻ 4 സ്ട്രോക്ക് അതായത് 4 സ്ട്രോക്ക് എൻജിൻ നിർമ്മിച്ചു. ഇത് വളരെ മാറ്റങ്ങൾക്ക് കാരണമായി. 1898 അമേരിക്കൻ കമ്പനിയാണ് ആദ്യമായി വാഹനം നമ്മുടെ നാട്ടിൽ ബോംബെയിലാണ് അത് ഇറക്കിയത്. ഓൾഡസ്റ്റ് മൊബൈൽ കാറുകൾ ആണ് ഇറക്കിയത്. 1940 മഹീന്ദ്ര കമ്പനി നിലവിൽ വന്ന് 1942 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സും നിലവിൽ വന്നു. ഇതോടെ വാഹനരംഗത്ത് ഇന്ത്യയിൽ വൻ കുതിച്ചുകയറ്റം ഉണ്ടായി. ഇതാണൊരു ചെറിയ ലഘുവിവരണം. ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചുവെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.